ഈശോ ധരിച്ചിരുന്നത് മുഴുവനും പിതാവ് എൻ്റെ കൂടെ ഉണ്ടാകും, അപ്പോൾ എനിക്കത് അതിജീവിക്കാൻ പറ്റുമെന്നാണ്. എനിക്കത് ജീവിക്കാൻ പറ്റും. ഇപ്പം ഈശോയുടെ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ ഈ മാനുഷികതയുടെ ഒരു പിൻപിടുത്തം ഉള്ളത് കാരണം ചില കാര്യങ്ങളുടെ അറിവുകൾ കാലക്രമേണ അറിവ് വരത്തുള്ളൂ. കാലക്രമേണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ, അതാണ് ഈശോ പറഞ്ഞത്, ആ സമയത്ത് അറിവ് നൽകുമെന്ന്. ചില കാര്യങ്ങൾ ക്രിസ്തുവിനും ആ സമയത്താണ് കിട്ടത്തുള്ളൂ. വിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് പിതാവ് ഇല്ലാത്ത കാര്യം ഈശോനോട് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല, ആ സമയത്തേ പറയത്തുള്ളൂ. അതെപ്പോൾ ചില ആ സമയമാകുമ്പോൾ ഈശോ ഏലോയ് ഏലോയ് ലാമാ സബക്താനി, അതാണ് ആ സമയം എന്ന് പറയുന്നത്. ഇത്രയും നാൾ ആൾ വിശ്വസിച്ചിരുന്നത് എന്താണ്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും. കുരിശിൻ്റെ വഴികളിലാണല്ലോ സംഭവിക്കുന്നത്. മർക്കോസൊക്കെ തുണിയില്ല ഓടിയ കക്ഷികളല്ലേ. യോഹന്നാൻ മാത്രമല്ലേ നിന്നുള്ളൂ. നിങ്ങളെല്ലാവരും പോകുമെന്ന് പറഞ്ഞു. യോഹന്നാൻ കൂടി പോകേണ്ടതാണ് ശരിക്കും പറഞ്ഞത്. അതായത് പൊതുവെ ഭൂരിപക്ഷം പോയല്ലോ, 90% ആൾക്കാരും പോയി. നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും, പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല, കുരിശിൽ ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായിരുന്നു ഈശോ കിട്ടിയ അറിവ്. പക്ഷേ നമുക്കറിയാമല്ല, പക്ഷേ കുരിശിൽ വന്നപ്പോൾ പിതാവ് ആബ്സെൻ്റായി. ആബ്സൻസ് ഓഫ് ഫാദർ ഫീൽ ചെയ്ത്, അതുകൊണ്ട് തകർന്നു പോയ ആൾ. ഇപ്പോൾ ഈശോയുടെ തകർച്ച കംപ്ലീറ്റ് ആകണത്, അതായത് ഈ പാഷൻ, കംപ്ലീറ്റ് പാഷൻ ആകണത് ഈ ടൈമിനാണ്. ഏലോയെ വിളിക്കുമ്പോഴാണ്, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇപ്പോഴെന്താ പറയണത്? ഈ സമയത്ത് ബൈബിളിനെ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഇതല്ലേ ന്യായാധിപ ഈശോ നിന്ന ന്യായാധിപ സംഘം. ഈശോയുടെ വചനങ്ങളെക്കുറിച്ച്, ഈശോയ്ക്ക് സംഭവിക്കാൻ പോണ കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനം വെളിപ്പെടുത്തുമ്പോൾ ഈശോൻ്റെ കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളങ്ങനെ ആ സമയത്ത് എന്താണ് പറയേണ്ടതെന്ന്. കാര്യം പറച്ചിലാണ് കാര്യം ഇരിക്കുന്നത്.